ഹായ് വെൽക്കം ടു അവർ ന്യൂ ചാനൽ റോർ വൈൽഡ് ക്ലിക്സ്. ഈ ചാനലിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈൽഡ് ലൈഫിനെ കുറിച്ചാണ്. നമ്മൾ നടത്തുന്ന യാത്രകൾ, വിവിധ ഇനം പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെയൊക്കെ. ഇത് ഈ ചാനലിലെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതിയിലോട്ടാണ്. സിംഹവാലക്കുരങ്ങ്, കരിങ്കുരങ്ങ്, കാട്ടി, മലമുഴക്കി വേഴാമ്പൽ, ഗ്രേ ഹോൺബിൽ, അങ്ങനെ നിരവധി പക്ഷികളെയും മൃഗങ്ങളെയും കണ്ട് കേശവൻപാറ, AVT എസ്റ്റേറ്റ്, കാരപ്പാറ, ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതെല്ലാം കണ്ട് മടങ്ങുന്നൊരു യാത്രയാണ്. സോ നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങിയാലോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോത്തുണ്ടി ഡാമിലോട്ടുള്ള എൻട്രി. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഡാമിൻ്റെ പുറകുവശം നമുക്ക് ഹിൽ ടോപ്പിലോട്ട് കയറുമ്പോൾ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ യാത്രയിൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൈൽഡ് എലിമെൻറ്റ്സിനെ കാണുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇതാ പറഞ്ഞു തീരും മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുരങ്ങൻ ഒരെണ്ണം ക്രോസ് ചെയ്ത് പോയി. ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ വെഹിക്കിൾ ഡീറ്റെയിൽസും എത്ര ആൾക്കാരുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ കൊടുക്കണം. നമ്മളിന്ന് റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ നെല്ലിയാമ്പതിയിലത്തെ സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കണം. നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 മണിക്ക് മുന്നേ ഇവിടെ ക്രോസ് ചെയ്തേക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മൾ തിരിച്ചിവിടെ കൊടുക്കാൻ വേണം. 3 മണിക്ക് ശേഷം ഇവിടുന്ന് വെഹിക്കിൾസ് ഒന്നും കയറ്റി വിടില്ല. കാരണം പോയിട്ട് തിരിച്ചു വരാനുള്ളൊരു ടൈമില്ല. തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടാവുകയും വന്യജീവികളെല്ലാം ക്രോസ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് അപകടങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് കയറ്റി വിടാത്തത്. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു തിരിവ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു പുറകുവശമാണ്. അവിടെ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വെള്ളവും അതിമനോഹരമായിട്ടൊരു വ്യൂ ആണ്. നമ്മളെന്തായാലും ഇന്ന് അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം, അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഇന്ന് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണണം എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ സാധാരണ നെല്ലിയാമ്പതി യാത്രയിൽ എല്ലാവരും പോകുന്നത് അവർ നെല്ലിമരം കാണാനും സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണാനും അവിടുത്തെ വാട്ടർഫോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് പോകുന്നത് കരപ്പാറ റൂട്ടിലാണ്. അവിടെയാണ് കേശവൻപാറ, AVT എസ്റ്റേറ്റ്, അതുപോലെ തന്നെ കരപ്പാറ, ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതൊക്കെ കണ്ടിട്ട് ഇന്ന് തിരിച്ചു പോരുന്ന രീതിയിലാണ് നമ്മളിന്ന് നമ്മുടെ ടൂർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി നെല്ലിയാമ്പതിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നെല്ലിയാമ്പതി ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നൊരു 500 മീറ്റർ മുതൽ 1200 മീറ്റർ വരേക്ക് ഉയരങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് കാലത്ത് മുതൽക്ക് തന്നെ അവിടെ ചായയും കാപ്പിയൊക്കെയാണ് വിളകളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ അവരവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഇഷ്ടംപോലെ എസ്റ്റേറ്റുകളുണ്ട്. അതിലൊരു എസ്റ്റേറ്റിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അത് AVTയുടെ അണ്ടറിലുള്ള മണലാരോ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പോത്തുണ്ടി ഡാം, ഒന്ന് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. അവിടെയാണ് ആ ഒരു ഇമേജിലൊക്കെ കാണുന്ന ആ ഒരു നെല്ലിമരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കേശവൻപാറ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ട്രെക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് നെല്ലിയാമ്പതി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെക്കിംഗ് അവൈലബിൾ ആണ്. അവർ കൊണ്ടുപോയിട്ട് പല വ്യൂ പോയിൻറ്റ്സിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തു. ഒരു വളവെല്ലാം തിരിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മുന്നിൽ ഒരു ഘടാഘടിയും കാട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടതിന് ശേഷം പിന്നെ പുറകിലോട്ട് വന്നിട്ടാണ് ഈ വീഡിയോസ് എടുത്തത്. കാരണം കൊണ്ട് തന്നെ ഫേസ് നമുക്ക് ക്ലിയർ ആയി കിട്ടിയില്ല. ഇത് കാട്ടുപോത്തല്ല. കാട്ടുപോത്ത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ പൊതുവേ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് വൈൽഡ് ഗൗർ എന്ന് പറയുന്ന കാട്ടിയാണിത്. സോ ഇത് ഏകദേശം ഒരു 1.5 ടണ്ണോളൊക്കെ ഭാരം വരും. നല്ലൊരു മെച്ചുവേർഡായിട്ടുള്ളൊരു കാട്ടി. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ പുറകുവശത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ വെള്ളത്താൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു പോത്തുണ്ടി ഡാമിൻ്റെ പുറകുവശ വിഷ്വൽസ്. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വേഴാമ്പലിനെ കിട്ടുക, അല്ലെങ്കിൽ വേഴാമ്പലിൻ്റെ ഫോട്ടോസ് കിട്ടാൻ പറ്റുമോ നോക്കാം നമുക്ക്. കുറച്ച് പക്ഷികളുടെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയതാണ്. എന്നിട്ട് അവിടെ നിന്ന് 2 പക്ഷികളെയൊക്കെ നമുക്ക് കിട്ടി. ഫോട്ടോയെ കിട്ടിയുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ വന്നേക്കുന്ന വണ്ടി. നമ്മുടെ കസിൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ വരുന്ന സമയത്ത് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കയ്യിൽ വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കയറിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞ് നെല്ലിയാമ്പതി സെൻറ്ററിൽ എത്തിയാൽ മാത്രമാണ് കുറച്ചെങ്കിലും 1-2 കടകളുള്ളൂ. അതുവരേക്കും നമുക്ക് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനും ഇല്ല. ഏകദേശം 10-30 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാണ്ട്. അതേപോലെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ വയ്ക്കുക. പക്ഷേ പ്ലാസ്റ്റിക് ഒന്നും അവിടെയും ഇവിടെ ഇടാതിരിക്കുക.
അത് ആനിമൽസിനും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ 1-2 എയർ പിന്നുകൾ കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോത്തുണ്ടി ഡാമിൻ്റെ വിഷ്വൽസ് നമുക്ക് കിട്ടി. സോ അവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ചെങ്കുത്തായിട്ടുള്ളൊരു ഇറക്കമാണ്. അതിൻ്റെ താഴെ കൂടെ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ഒക്കെ തരുന്ന മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഡാം. 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഡാം നിർമ്മിക്കുന്നത്. ഏറ്റവും പഴക്കമുള്ള മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടുകളിലൊന്നാണ് ഈ പോത്തുണ്ടി ഡാം. പരമ്പരാഗതമായി ഈ കോൺക്രീറ്റിന് പകരം ശർക്കരയും ചുണ്ണാമ്പും ചേർത്താണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1672 മീറ്റർ നീളവും മുകളിൽ 8 മീറ്റർ വീതിയും താഴെ ഒരു 154 മീറ്റർ വീതിയുമാണ് ഈ അണക്കെട്ടിനുള്ളത്. പാലക്കാട് ജില്ലയിലെ 5470ഓളം ഹെക്ടർ ഭൂമിയിലോട്ട് ജലസേചനത്തിനും കുടിവെള്ളത്തിനായിട്ട് ഈ ഡാമിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു ഫാമിലിയായി ഇരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കുരങ്ങുകളെ കണ്ടു. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങന്മാരുടെ എൻട്രി. അവർ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുമായിരുന്നു. ലോകത്തിൽ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലല്ലാതെ ഇവയെ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. കേരള, കർണാടക, തമിഴ്നാട് പോലെയുള്ള എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റുകളിലൊക്കെയാണ് ഇവ കൂടുതലും കാണുന്നത്. കൂടുതലെന്ന് പറയുമ്പോൾ ഒരു 3000, 3500, 4000ൻ്റെ ഉള്ളിലുള്ളൂ ഓവറാൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സൈലൻറ്റ് വാലി, പെരിയാർ, പറമ്പിക്കുളം, വയനാട്, ആനമലൈ അങ്ങനെയുള്ള കാടുകളിലൊക്കെയാണ് ഇവയെ നോർമലി കാണാറ്. എന്തായാലും ഈ ഒരു വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. സിംഹത്തിൻ്റെ വാലിനോട് സാദൃശ്യമുള്ള വാലായതുകൊണ്ടായിരിക്കാം ഇവയെ സിംഹവാലക്കുരങ്ങന്മാരെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടർന്നു. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ മലകളും ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. തിരിച്ചു വരുമ്പോൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്നായിരുന്നു നമ്മുടെ മുന്നിലൊരു പന്നിക്കുട്ടന് ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഗതി കെട്ടാൽ പന്നി പുല്ലും തിന്നും പറഞ്ഞ പോലെ പുല്ലുകളെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നെല്ലിയാമ്പതി സെൻറ്റർ എത്തുന്ന ഒരു 20 കിലോമീറ്ററോളം പിന്നെ നമുക്ക് വാഷ്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ നേരെ കാണുന്ന വഴിയുണ്ടോ, ആ വഴിയാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് എന്ന് വരുന്നത്. അവിടുന്ന് വന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞെന്ന് വെച്ചാൽ കേശവൻപാറ ഏരിയയിലോട്ടും ലെഫ്റ്റിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ സീതാർകുണ്ട് ഏരിയയിലോട്ടാണ് പോകുന്നത്. കേശവൻപാറ റൂട്ടിലോട്ട് തിരിഞ്ഞ ഉടനെ നമുക്ക് കാണാൻ പറ്റും യു ആർ എൻറ്ററിങ് ടു മണലാറോ എസ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട് ABTയുടെ അണ്ടറിലുള്ള പ്ലാന്റേഷനാണ്. സോ ഈ ഒരു റൂട്ടാണ് കാരപ്പാറ അതുപോലെ തന്നെ കേശവൻപാറയൊക്കെ പോകുന്ന റൂട്ട്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പക്ഷികളുടെയും വേഴാമ്പലിൻ്റെയൊക്കെ സാന്നിധ്യം കണ്ടുവന്നേക്കുന്നത്. കാരണം ഇവിടെ കുറേ ഹൈറ്റുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ പള്ളികളും അമ്പലങ്ങളും കുറേ വീടുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒത്തിരി മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ചെന്നെത്തുന്നത് ഒരു ജംഗ്ഷനിലോട്ടാണ്. ഇന്ന് വീക്ക് ഡേയ്സ് ആണ്. അത് കാരണം കൊണ്ടാണ് ഇവിടെ ട്രെക്കിങ്ങിനുള്ള ജീപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ആ ABTയുടെ ടീ ഫാക്ടറിയും കാര്യങ്ങളും ടീ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റും കാര്യങ്ങളും. ഇതിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ കേശവൻപാറയിലോട്ട് പോകുന്ന ഏരിയ. ആക്ച്വലി ഒരു 1 ഡേ ട്രിപ്പ് വന്ന ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് എയിം പക്ഷികളും മൃഗങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് നമുക്ക് കേശവൻപാറ, സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കാണുന്ന അങ്ങനെ കണ്ണെത്ത ദൂരത്തോട്ട് വ്യാപിച്ച് കിടക്കുന്ന ടീ പ്ലാന്റേഷനാണ്. ഇതെല്ലാം നമ്മുടെ ABTയുടെ അണ്ടറിൽ വരുന്ന ടീ പ്ലാന്റേഷൻസാണ്. എന്തായാലും അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ എവിടെ നോക്കിയാലും ഒരു പ്രകൃതിയുടെ ഭംഗി. പക്ഷേ ഈ പ്ലാന്റേഷൻ്റെ നടുവിലെല്ലാം ഇങ്ങനെ മരങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതരം മരമാണ്. സോ അതെന്തിനാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എസ്റ്റേറ്റിനകത്ത് കൂടെ കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. നിങ്ങൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിഷ്വലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രകൃതി സമ്മാനിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കടന്നു ചെന്നാൽ നമ്മൾ വീണ്ടും ഒരു ജംഗ്ഷനിലോട്ട് എത്തും. ആ ജംഗ്ഷനിൽ നമ്മൾ നേരെയാണ് പോകേണ്ടത്, അതായത് കാരപ്പാറ റൂട്ടിലോട്ട്. ഇതിൻ്റെ എൻഡിലാണ് കാരപ്പാറ തൂക്കുപാലമൊക്കെ കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും നമുക്ക് ബേഡ്സിനെയൊക്കെ കാണാനുള്ള ചാൻസസ് കൂടുതൽ. സോ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. സോ മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാപ്പിയാണ് കൃഷി. അതേപോലെ തന്നെ ഒത്തിരി വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ നമുക്കൊരു കാടിനകത്ത് കയറി ഒരു ഫീല് കിട്ടും.
ഇങ്ങോട്ട് കയറിയ ഉടനെ തന്നെ ഓറഞ്ച് പുഷ്പങ്ങളാൽ സമൃദ്ധമായ ഒരു വലിയൊരു മരമാണ് കണ്ടത്. അതിൻ്റെ മുകളിലാവട്ടെ നിറയെ കാട്ടുമൈനകൾ ഇരിക്കുന്നുണ്ട്. സോ ഈ കാട്ടുമൈനകളെ കാണാൻ ഒത്തിരി ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ മൈനകളെ അപേക്ഷിച്ച് ഈ കാട്ടുമൈനകൾക്ക് ഭയങ്കര ഡാർക്ക് കളറാണ്, ഡാർക്ക് ഷൈനി കളറാണ്. അതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തലയുടെ പുറകിൽ ഒരു യെല്ലോ കളറിലുള്ള ഒരു അഡീഷണൽ സ്കിന്നും ഉണ്ടായിരിക്കും. ഇവർ പക്ഷികളുടെ ഇടയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ പാരറ്റൊക്കെ സംസാരിക്കുന്ന പോലെ ഇവയും മിമിക് ചെയ്യാൻ കഴിവുള്ളവരാണ്. എൻ്റെ ക്യാമറയും ട്രൈപ്പോഡൊക്കെ കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി പേടിച്ചിട്ടാണ് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങ് പറന്ന് കുറച്ച് ദൂരെയുള്ള ഇലകളൊന്നുമില്ലാത്തൊരു മരത്തിൽ പോയിരുന്നു. തൊട്ടടുത്ത മരത്തിലുള്ള ഇളക്കം കണ്ട് നോക്കിയപ്പോഴാണ് അത് അവിടെ ഒരു മലയണ്ണാൻ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അവനും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം സൈറ്റിംഗ് ഒന്നും തരാതെ ആൾ പോയി. അതേ മരത്തിൽ തന്നെ അടുത്ത അതിഥി മലബാർ ഗ്രേ ഹോൺബിൽ. ഇവരും ഒരു എൻഡമിക് സ്പീഷീസാണ്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമാണ് ഇവയെ കാണുള്ളൂ. ഹോൺബിൽ ഫാമിലിയിൽ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഹോൺബില്ലാണ്. അതേപോലെ തന്നെ ഇവർക്ക് തലയിൽ തൊപ്പി ഉണ്ടായിരിക്കില്ല. ഇവരെല്ലാം എൻ്റെ ക്യാമറയും എന്നെയും കാണുമ്പോഴേക്ക് പറന്നു പോവുകയാണ്. സോ നമുക്കധികം വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. നമ്മളവിടുന്ന് യാത്ര തുടർന്നു. വീണ്ടും എസ്റ്റേറ്റിനകത്ത് കൂടെയാണ് പോകുന്നത്. സോ ഈ യാത്രയിൽ ഞാൻ ഇതുവരെ കാണാത്ത 3 ജീവികളെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 1 നമ്മുടെ സിംഹവാലക്കുരങ്ങൻ, 2 കാട്ടുമൈന, 3 ഈ ഗ്രേ ഹോൺബിൽ, മലബാർ ഗ്രേ ഹോൺബിൽ. ഈ മലബാർ ഗ്രേ ഹോൺബിൽസ് നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽസിനെ പോലെ IUCN റെഡ് ലിസ്റ്റിലൊന്നുമല്ല, ഇവർ കോമൺ ആയിട്ടൊക്കെ കാണുന്നതാണെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് ഏകദേശം ഒരു 230 മുതൽ ഒരു 350 ഗ്രാമോളം വെയിറ്റ് വരും. മെയിൽസിന് വലിയ ഓറഞ്ച് യെല്ലോ കളറുള്ള കൊക്കുകളായിരിക്കും. അതേസമയം ഫീമെയിൽസിന് ചെറുതും ഡള്ളായിട്ടുള്ള യെല്ലോ കളേഴ്സ് ആയിരിക്കും കൊക്കിനുണ്ടായിരിക്കുക. നന്നായി ശബ്ദം ഉണ്ടാക്കുന്ന കൂട്ടക്കാരാണ്. നമ്മൾ ഇങ്ങനെ ചിരിക്കുന്ന പോലത്തെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന പക്ഷികളാണ്. ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് ജനുവരി ടു മെയ് ആണ്. തേയിലയുടെ അതിമനോഹരമായ ഭംഗിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കഴിയുമ്പോൾ വീണ്ടും നമ്മളൊരു ജംഗ്ഷനിലോട്ടെത്തും. അവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറണം. അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ തല കീഴായി നിൽക്കുന്ന കുറച്ച് പൂക്കളെ കണ്ടു. പെട്ടെന്നായിരുന്നു ചെറിയ മഴയൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറിനെ കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയി കാണുന്ന ഒരു പക്ഷിയാണ്. വലത് സൈഡിൽ തേയില വിളവെടുക്കുന്ന ഒരു കൂട്ടം കർഷകരെ കാണാം. ഇതിൻ്റെ ഇടത് സൈഡിൽ നോക്കിയാൽ നമ്മളിന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ടീയുടെ പ്ലാന്റേഷൻ നമുക്ക് കാണാം. ഇവിടെ നെല്ലിയാമ്പതിരന് സ്വന്തം ആയിട്ടുള്ള ചില്ലിക്കൊമ്പനൊക്കെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ തന്നെ ഒരു റിവറെല്ലാം ഒഴുകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ റിവറിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കാരപ്പാറ റൂട്ടിലാണ്. ഇതുവഴി KSRTC ഒക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ എൻഡിൽ ഒരു KSRTC ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഗ്രേറ്റ് ഹോൺബിലിനെ ഇതുവരെയും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു അനക്കം. വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽ. ഇതൊരു ഫീമെയിലാണ്. മെയിലിൻ്റെ കണ്ണ് റെഡായിരിക്കും. അതേപോലെ തന്നെ തലയിൽ തൊപ്പിയുടെ താഴെയായിട്ടൊരു ബ്ലാക്ക് മാർക്കും കാണും. സാധാരണ മെയിലും ഫീമെയിലും ഒരുമിച്ചാണ് കാണാറ്. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ മെയിലിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയില്ല. പുള്ളിക്കാരി ഫുഡ് കളക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ചിലപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. ബ്രീഡിംഗ് ടൈമിൽ ഫീമെയിൽ ഒരു മരത്തിൻ്റെ കേവിറ്റിയിൽ പോയിരുന്ന് എഗ്ഗെല്ലാം ഇട്ട് അതിൻ്റെ ആ കവാടം അവർ മണ്ണൊക്കെ വെച്ച് അടയ്ക്കും. ഫുഡെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത് മെയിൽ വേഴാമ്പലാണ്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അടുത്തൊരു മരത്തിൻ്റെ മുകളിൽ ഒരു മെയിൽ വേഴാമ്പലിരിക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ നെസ്റ്റ് കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ കണ്ണെല്ലാം റെഡ് കളറാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാപ്പിക്കുരുകളെല്ലാം ഉണക്കാനിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ കാരപ്പാറ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് എത്താറായി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ തൂക്കുപാലത്തിൻ്റെ ഒരു വിഷ്വൽ? നമുക്ക് അതിൻ്റെ അടുത്തോട്ട് നടക്കാം. സോ ഈ പാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് ബൈക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടുത്തെ ട്രൈബൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. സോ നമുക്ക് ഒത്തിരി അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാലും ഇതിൻ്റെ മുകളിലൂടെ ഞാൻ ബൈക്കിലൊക്കെ ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ
ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം ഇപ്രാവശ്യം ഉണ്ട് ഇതിനകത്ത്. കുറച്ച് കാലത്ത് പഴക്കമുണ്ട് തോന്നുന്നു. സൈഡൊക്കെ കമ്പികളെല്ലാം കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. നമുക്കൊരു അതിമനോഹരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പുഴയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ നെല്ലിയാമ്പതിയും നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവും കണക്റ്റഡ് ആണ്. ആക്ച്വലി ഇവിടുന്ന് ഒരു 15-16 കിലോമീറ്ററൊക്കെ ഉള്ളൂ പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ട്. പക്ഷേ ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഫോറസ്റ്റിനും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർക്കും മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനമുള്ളൂ. സോ നമ്മൾ കൂടുതലൊന്നും അങ്ങോട്ട് പോകുന്നില്ല. സോ അങ്ങനെ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ പൊത്തിൽ നമ്മുടെ ഒരു ബ്ലൂ വിങ്ഡ് പാരറ്റ്, മലബാർ പാരറ്റ് എന്നൊക്കെ പറയുന്ന തത്ത. നമുക്കധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. തത്തയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഭയങ്കരമായിട്ട് ഇളകുന്നത് കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഇതാ നമ്മുടെ കരിങ്കുരങ്ങ്, നീലഗിരി ലങ്കൂർ എന്നറിയപ്പെടുന്ന കരിങ്കുരങ്ങ്. കരിങ്കുരങ്ങും സിംഹവാലക്കുരങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കരിങ്കുരങ്ങുകളുടെ വാലെന്ന് പറയുന്ന ഒത്തിരി ലെങ്ത് ഉണ്ടായിരിക്കും. നമ്മുടെ സിംഹവാലക്കുരങ്ങിൻ്റെ വാല് വളരെ ചെറുതാണ്. അതേപോലെ തന്നെ നല്ല താടി ഉണ്ടായിരിക്കും അവർക്ക്. ഈ നീലഗിരി ലങ്കൂറുകൾക്ക് നല്ല ഷൈനി ആയിട്ടുള്ള ബ്ലാക്ക് കളറായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വാലിന് ഏകദേശം 70 മുതൽ 80 സെൻറ്റിമീറ്റർ വരേക്ക് ലെങ്ത്തും കാണും. ഇത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ എൻഡമിക് ആയിട്ടുള്ളൊരു സ്പീഷീസാണ്. ആൾക്കെന്തായാലും നല്ല വിശപ്പുണ്ട് തോന്നുന്നു. നമ്മളെയൊന്നും ശ്രദ്ധിക്കാണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ തൂക്കുപാലത്തിൻ്റെ താഴോട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. നല്ല അതിമനോഹരമായ പാലൊഴുകുന്ന പോലെയുള്ള വെള്ളം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഇവിടെ നമുക്ക് സ്നാക്സൊക്കെ കിട്ടും. അവിടെ കുറച്ച് പേർക്കുള്ള ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഫുഡ് കാര്യങ്ങൾ, ഓംലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും. ഇവിടെ വെച്ച് നമ്മൾ ഇന്നത്തെ നെല്ലിയാമ്പതി യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ വന്ന ടീ ഫാക്ടറിയുടെ സൈഡാണ്. അങ്ങനെ അവിടുന്ന് ജസ്റ്റ് കുറച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ലെഫ്റ്റ് സൈഡിൽ കേശവൻപാറയിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കേശവൻപാറയിലോട്ട് പോകാനുള്ള എൻട്രൻസ്. വീണ്ടും തേയില പ്ലാന്റേഷൻ്റെ നടുവിലൂടെ അതിൻ്റെ മനോഹാരിതയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചുള്ള യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ഒത്തിരി മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടു. കുറച്ച് പക്ഷികളുടെ ഒന്നും ഫോട്ടോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ഇവിടെ വിളവെടുത്ത തേയിലയൊക്കെ കൊണ്ടുപോകുന്നത് ഇതേപോലെ ട്രാക്ടറുകളിലാണ്. നമ്മുടെ മുന്നിൽ 2 ട്രാക്ടറുകൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ റോഡായത് കാരണം കൊണ്ട് അവർ നമുക്ക് വേണ്ടി നിർത്തി തന്നതാണ്. അതേപോലെ തന്നെ ഈ വണ്ടി പോകാൻ നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അങ്ങ് വിശാലമായി അതിമനോഹരമായി കിടക്കുന്ന തേയില എസ്റ്റേറ്റുകളാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഐഫോണിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ടപ്പോൾ രാവിലെ നിർത്താതെ പോകുന്ന ആ വ്യൂ പോയിൻറ്റിലെത്തി. നമ്മളവിടെ കുറച്ച് നേരം നിർത്തി. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു കുരങ്ങ് ഐസ്ക്രീമിൻ്റെ പാർട്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് അവരുടെ ഹെൽത്തിനെ റിസ്ക്കിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഒരു എക്കോസിസ്റ്റത്തെ നന്നായി ബാധിക്കും. അതുകൊണ്ടാണ് വൈൽഡ് എലിമെൻസിന് ഫുഡ് ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ നെല്ലിയാമ്പതി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വരുന്ന വഴിക്ക് നെന്മാർ ആ ഒരു ഏരിയയിൽ കണ്ടതാണ്. ബ്ലാക്ക് ഹെഡഡ് ഇബിസ് എന്ന് പറയുന്ന കൊക്കകൾ അവരുടെ ഭക്ഷണം തേടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നെല്ലിയാമ്പതി യാത്രയിൽ കുറച്ചധികം പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം. ബൈ.